ഹലോ ഗൈസ്, അപ്പം നമ്മൾ ലാസ്റ്റ് കളിച്ചത് നമ്മൾ ഓടി ഓടി വന്ന് നമ്മുടെ ഒരു ലിഫ്റ്റിനകത്ത് കയറുന്നതാണ്. ലിഫ്റ്റിനകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ ആ കുഞ്ഞാവ് നമ്മൾ എത്തി നോക്കുന്നത് വരെയാണ് നമ്മൾ ലാസ്റ്റ് കളിച്ചത്. അപ്പോൾ ഇനി അതിനുശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ബേബി എന്നല്ല നമ്മൾ മഞ്ഞക്കുഞ്ഞാവേട നമ്മൾ വന്നിട്ടുണ്ട് കുട്ടിച്ചാത്തന്റെ ബാക്കി കളിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ലിഫ്റ്റ് അടഞ്ഞു, അതിന്റെ ബാക്കി ഇപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് എക്സിറ്റ് ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കളിച്ച് ഞാൻ കളിക്കും. നീയാണ് കുറേ നേരം കൊണ്ടാണ് കളിച്ചത്. ഗൈസ് ഇപ്പോൾ അമ്മ ചായ കുടിക്കാൻ വിളിക്കുന്നത്, പക്ഷേ നമുക്ക് അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നല്ലത്. ഗൈസ് എവിടെ എത്തോ നോക്കാം ഗൈസ്. ഓക്കെ ലൈറ്റ് ഇത്തിരി കൂട്ടോ. ഓക്കെ ഇത് തന്നെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലിഫ്റ്റിനകത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ലിഫ്റ്റ് തുറന്നിട്ടുണ്ട്. ഗൈസ് തുറന്നു വന്നപ്പോഴേക്കും നമ്മൾ നമ്മുടെ കുഞ്ഞായുടെ വീട്ടിലാണ്. അതിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ വീട് പ്രശ്നമായിട്ടുണ്ട്. വീട് നല്ല ഫ്ലിപ്പായിട്ട് കാണിച്ചേക്കുന്നത്. എല്ലാം ഫ്ലിപ്പായിട്ട് കാണിച്ചേക്കും. ഗൈസ് വീടെല്ലാം ഫ്ലിപ്പായിട്ട് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതായിരിക്കും ടോയ്ലറ്റ്. ഇതാണ് അടുക്കള. അടുക്കളയായി നമ്മുടെ കൊച്ചിന്ന് ഇത് മദ്യത്തായി, ഇതെല്ലാം മദ്യത്തായി. ബാക്കി അപ്പൊ ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് എന്ന് പറയുന്നത് പാലെടുത്ത് കൊടുക്കാൻ നമുക്ക് പോയി പാലെടുത്ത്. ഇവിടെ അല്ലല്ലോ. പക്ഷേ ചുമ്മാ നമ്മളെ വട്ടം കിറപ്പിക്കുക ഈ ഒരു നമുക്ക്. അപ്പൊ ഇവിടെ ഇരിക്കും. അല്ലല്ല ഇവിടെയാണ് കേട്ടോ. തല തിരിഞ്ഞോണം കേട്ടോ. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. അന്നൊക്കെ എന്തോരം സാധനങ്ങളായിരുന്നു. ഒക്കെ നമുക്ക് അതിനെ കൊണ്ടുപോയി കൊടുക്കാം. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങോട്ട് വരാം. നമുക്ക് അതിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാം. അങ്ങോട്ടല്ലേ ടോയ്ലറ്റ്. നമുക്ക് അതിനെ അവിടെ കൊണ്ടുപോയി. ഇതിന് നേരെ ഇരുത്താൻ പറ്റില്ല. നീ നേരെ എടുത്തണേ. കണ്ട. ഓക്കെ അവിടെ ഇരിക്കും. അങ്ങനെ തന്നെ. ഇനി അത് എടുത്തോണ്ട് വരുമ്പോൾ അതിനെ കാണാതാവാറാണ് പതിവ്. എങ്കിലും നമുക്ക് പോയി ചിലപ്പോൾ ഇതിന് ജീവൻ വയ്ക്കുമെന്ന് പറഞ്ഞൂടെ. കണ്ട ഗൈസ് പറഞ്ഞു തീർന്നേളൂ. അതിനെ കാണാനില്ല. സോഫയിൽ ഇരിപ്പുണ്ട്. തന്നെ എൻ്റെ ഇടയ്ക്ക് എവിടെ പോണ. വീണ്ടും ഇത് കൊണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. വീണ്ടും പാല് കൊണ്ട് കൊടുക്കണം തന്നെ. നമുക്ക് അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഈ സ്ഥലമാണ് എനിക്ക് സത്യം പറഞ്ഞില്ല. ഇതല്ല ചുമ്മാ ഓരോന്ന് എനിക്ക് ഫ്ലിപ്പായിട്ട് നമുക്ക് മനസ്സിലാവണില്ല ഈ സ്ഥലങ്ങളൊന്നും. നമുക്ക് എവിടെ പാലെടുക്കാം. ഇത് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. അവിടെ അല്ല അതാ സോഫയിലായിരുന്നു. എന്തുവാടെ തല മൊത്തം തിരിയാണ്. ഓക്കെ ഇതെന്താ ഇങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുവോ? അവിടെ ഒരു പച്ച താക്കോല് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതിങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കാനാണ് സാധ്യത. ഗൈസ് ഇവിടെ ഒരു മഞ്ഞ താക്കോല് ഇരിപ്പുണ്ട്. അതെങ്ങനെയാണ് കിടക്കട്ടെ. അതിനെ കാണാനില്ല. അത് അവിടെ സോഫ തരി പോയി കാണും. അപ്പൊ ഗൈസ് ഇത് റിപ്പീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പൊ നമുക്കിതല്ല പണി. റിപ്പീറ്റ് ആവുകയാണ്. തന്നെ റിപ്പീറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇല്ല റിവേഴ്സിന്റെ സൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ അപ്പൊ നമുക്ക് ഇതല്ല പണി ഗൈസ്. നമുക്കൊന്ന് മണ്ടേ പോയി നോക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ റാബിറ്റിന്റെ ചിഹ്നം അവിടെ ഇപ്പഴും കാണിക്കുന്നുണ്ട്. വാതിലൊക്കെ ഈ വാതിൽ ലോക്കാണ്. ഇത് ഏതാണ് നമ്മളെ കുഞ്ഞാവയുടെ വാതില്? അതാണ്. ഇത് തന്നെ ഗൈസ്. അതിനൊരു കീ വേണം. ആ കീ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ താഴെ ഉണ്ടാകും അത്. കാരണം 2 റൂം ലോക്കല്ലേ. പക്ഷെ നമ്മളവിടെ കണ്ടതൊരു പച്ച കളർ കീ അല്ലേ, ചന്ദ്രകലയുടെ. എനിക്കിവിടെ ഉണ്ടോ? ഇവിടെ ഞാൻ എന്തോ കീ ഒരു കണ്ടായിരുന്നു. പച്ച കളർ പിങ്ക് കളറാ തപ്പേണ്ടേ. അങ്ങോട്ട് പോയേക്കും. അങ്ങോട്ടുണ്ട് ഒരു പിങ്ക് കളർ. നമുക്കപ്പോ ഫ്രിഡ്ജില് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അടുക്കളയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഇവിടെ ഇല്ലല്ലോ. പിന്നെ എവിടെയാണ് ആ കീ? മണ്ടി തന്നെ ഉണ്ടായിരിക്കുമല്ലോ. അല്ല ഗൈസ് ഇവിടെ ഉണ്ട് ഗൈസ്. തപ്പിട്ട് കിട്ടിയില്ല. ഓക്കെ അപ്പം നമുക്ക് പോയി ആ റൂം ഒന്ന് തുറന്നു നോക്കാം എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഇപ്പം റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കും. നമ്മളെ കുഞ്ഞാവിടെ റൂം ചെറുതായി. നമുക്കത് തുറക്കാം. അപ്പുറത്തെ അവിടെ റൂം. ഇവിടെ ഒരു വാതിലാണ്. നമുക്ക് ഇത് തുറന്നു നോക്കാം. ഗൈസ് ഇത് മുറ്റം തന്നെയാണല്ലോ. ഗൈസ് ലോക്കായി. ഗൈസ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പ്രേതത്തിന് തോന്നുന്നു.
ഗായ്സ് നമ്മുടെ കുഞ്ഞാവ് ഇവിടെ നിൽക്കുന്ന മഞ്ഞ കുഞ്ഞാവ് അല്ലല്ല കുട്ടിച്ചത്തൻ ഇത് ഭയങ്കര ടയർഡാണ്. ഇതിനെ കൊണ്ടുപോകാനാ പറയുന്നത്. നമുക്കിതിനെ എടുക്കാം. എന്താ സംഭവിക്കുന്നത്? ഇനി എങ്ങോട്ടാ പോവേണ്ടേ? ആ റൂമിൽ കൊണ്ട് എടുത്താൽ കരുത്ത്. ഏത് റൂം? ഇതൊക്കെ ലോക്കാ. ഇങ്ങോട്ടൊരു റൂം. എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ തന്നെ അങ്ങോട്ട്. ഇവിടെ പോവാം. നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് പോകാം. ഇതൊക്കെ ലോക്കഡാണല്ലോ. ഇവിടെ റൂം കാണിക്കുന്നുണ്ടല്ലോ. ഗൈസ് ഇവിടെ അതിന് കിടക്കാനുള്ളൊരു ബെഡാണ്. നമുക്ക് അതിനവിടെ കൊണ്ട് കിടത്തി നോക്കാം. പക്ഷെ ഇത്തിരി ഒരു ഹൊററായിട്ടുള്ള സ്ഥലമാണല്ലോ. ഇനി നമുക്കിതാ ഈ വാതിൽ കൂടെ പുറത്തു പോകാനായിരിക്കും. ഗൈസ് നമ്മൾ വന്ന വഴി ഇതല്ലേ? നമ്മൾ കുഞ്ഞാവേ ഇത് വന്ന് ഇത്തിരി റിവേഴ്സ് ആവണമെന്ന് തോന്നുന്നു. റിവേഴ്സ് അല്ല, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഗൈസ് അപ്പം നമുക്ക് ഇതല്ല ചെയ്യേണ്ടത്. നമ്മളെ പണി ഇതല്ല. എന്നാൽ നമുക്ക് ഇതിനെ കൊണ്ട് പോവാം. എന്നിട്ട് നമുക്ക് അതിനെ കിടത്തണ്ട, വേറെ എന്തെങ്കിലും ചെയ്യുക. ഇവിടെ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. ചുമ്മാ അവരിങ്ങനെ റിപ്പീറ്റ് ആക്കൂല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നോക്കാം. ഇങ്ങോട്ടല്ലേ പോകണ്ട? എന്നിട്ട് ഇങ്ങോട്ടല്ലേ? വഴി പോലും മനസ്സിലാവാത്ത രീതിക്കാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ എന്നെ കിടത്തേണ്ട. പക്ഷെ നമുക്ക് കിടത്താതെ ഇവിടെ പോയി നോക്കാം അല്ലേ? ഇതെന്തുവാണ്? അപ്പം ആ കുഞ്ഞാവ് ഇവിടെ ഉണ്ടാവും നോക്കാം. ഓക്കെ, യെസ് അതന്നെ. നമ്മുടെ അപ്പുറത്ത് ഒരു ടി വി നമ്മൾ ടി വി നോക്കാൻ പാടില്ലെന്ന് പറയും. നമുക്ക് ടി വി നോക്കാതെ തന്നെ പോവാടി, അത് നല്ലത്. എവിടെയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. താഴോട്ട് വെച്ച് കിടക്കുക. നമ്മൾ ടി വി നോക്കരുത്. ഇവിടെ മൊത്തം ടി വി ആണ് ഗൈസ്. എൻ്റെ കൊല്ലം പേടിപ്പിക്കുന്ന സൗണ്ടൊക്കെ. ഇവിടെ ടി വി ഉണ്ടാവും എന്തോ. അയ്യോ ഇവിടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞോ നമ്മുടെ കുഞ്ഞാമ്മയുടെ തല ടി വിക്കകത്തായിരുന്നു. എന്തൊക്കെയാ കാണിക്കുന്നത് ഗൈസ്? നമുക്ക് ഇനി ഈ വാതിൽ തുറന്നു നോക്കാം. എനിക്ക് സംഭവിക്കും നോക്കാം. ഇത് എന്തൊക്കെയാ ഗൈസ് കാണിക്കുന്നത്? എനിക്ക് ഒന്നാ ചായ കുടിക്കാൻ പോകണം ഗൈസ്. ഇപ്രാവശ്യം നമ്മൾ കുഞ്ഞാമ്മ ഒരു വാതിൽ വന്നിരിക്കുകയാണ്. അത് നല്ല കലിപ്പിലാണ് ചെറുക്കൻ. അതാ പോയി കളഞ്ഞേക്കുന്നത്. അപ്പം എന്താ നമുക്ക് തന്നെ പോവാം. ഹീ വെസ് വെരി ടയേർഡ് ബോയ്. അവൻ ടയേർഡായെന്നാണ് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് പതുക്കെ പോകണം ഗൈസ്. അവിടെ എന്തൊക്കെയോ ഗൈസ് നേരത്തെ നമ്മളിത് കണ്ടില്ലല്ലോ. കാണിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോകാം. ഈ സാധനം അങ്ങോട്ടാ. ഗൈസ് നമ്മുടെ കുഞ്ഞാവ് ചെകുത്താനായിട്ടാണ് അവിടെ നിൽക്കുന്ന കുട്ടിച്ചൊക്കെ. താഴെ പോയി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഗൈസ് ഇതിന്. നമുക്കത് ഇതിനെടുത്തിട്ട് കിടത്താൻ പാടില്ല. പ്രശ്നം. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇവിടെ എല്ലാ റൂം നോക്കാം. ഗൈസ് ഇവിടെ നമ്മൾ ഈ റാബിറ്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ എന്താ പോകാനൊന്നുമില്ലേ? നോക്കട്ടെ. ഗൈസ് നമ്മളിതിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? നമുക്ക് ഈ വഴി പുറത്തോട്ട് പോകാം. ഈ സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇടയ്ക്കൊരു പേടിയാവും ഗൈസ്. അവിടെ റാബിറ്റിൻ്റെ ചിഹ്നം താഴോട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോകാം. ഗൈസ് എന്താ നമ്മൾ റാബിറ്റിനെ ഫോളോ ചെയ്യും. ഈ മുറ്റത്തേക്ക് വരിക. ഇങ്ങോട്ട് പോകാം. ലിഫ്റ്റിൽ കയറാം. ചിലപ്പോൾ അവിടെ പാവല്ലോ വരും. അങ്ങോട്ടാ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങോട്ടാ എങ്ങോട്ടാണ് പോകേണ്ടിരുന്നത്? എവിടെ എനിക്കറിഞ്ഞൂടാ. അവിടെ ഇത് കണ്ടായിരുന്നു. മുയലിന്റെ വാതിൽ കണ്ടായിരുന്നു. നമുക്കിനി പെട്ടെന്നാവണം ഗൈസ്, അല്ലാതെ പറ്റൂല. നമുക്ക് പെട്ടെന്നാവണം. നമുക്ക് അടുത്ത് രക്ഷപ്പെടണം. അത് തന്നെയാണ്. ഒരു മുയലിന്റെ വാതിലിനെ ചെറുതായിട്ടൊന്ന് കണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചതില്ല. ഇതുപോലൊരു കുഞ്ഞു വാതിൽ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്.
അതിൽ പെട്ടെന്ന് കയറണം, അല്ലാതെ പറ്റൂല. ഇതിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു കുഞ്ഞ് ആശ്വാസം ഉണ്ടാവും. വേണം. ഗൈസ്, ആ കുഞ്ഞാവ എന്തായാലും അവിടെ വരും. നീ പെട്ടെന്ന് ഓടി എത്തിക്കോണം കേട്ടാ. ഇങ്ങോട്ട് 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 അങ്ങോട്ട്. അവിടെ തന്നെ ഇവിടെ തന്നെ. ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ സൗണ്ട് ഇരിപ്പുണ്ട്. ഡോൺ ലീവ് എന്നൊക്കെയാ പറയണത്. എങ്കിലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ് നമ്മളെ കുഞ്ഞാവൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കാണിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഗൈസ് ഈ ആരോ മാർക്കല്ലേ തീയിൽ ആരോ മാർക്ക് ഇതുപോലെ എങ്ങനെ പോകണം? ഇവിടെ ഇങ്ങോട്ട് പോകാം. ഇതിവിടെ എന്താ കഴിച്ചത്? നമ്മുടെ കുഞ്ഞാണ് ഇവിടെ പച്ച ഇങ്ങോട്ട് പോവാം. നമ്മുടെ കുഞ്ഞാടെ തലയൊക്കെ ആയിട്ടാ നിൽക്കണം ഗൈസ്. നമുക്ക് അവർ പറഞ്ഞ ഈ പച്ച വയലിട്ട് പോടി പെട്ടെന്ന്. തന്നെ ഇവിടെ ഉണ്ട്. അയ്യോ, ഇത് എല്ലാം കൊണ്ട് നിറച്ച് നമ്മൾ പോകാൻ സമ്മതിക്കുന്നില്ല. രക്ഷപ്പെട്ട് ഗൈസ് നമ്മൾ. Run with the rabbit, you are not the only one there. There will always be more. പിന്നെ നമ്മൾ എവിടെ എത്തുന്നത് നമുക്ക് നോക്കാം. എന്താ ഗൈസ്, ഇതൊക്കെ എന്തൊക്കെയാ നടക്കുന്നേ? ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു അങ്ങ് രക്ഷപ്പെട്ടിരുന്നല്ലോ. ഇതന്നെ സന്തോഷം. ഇതെന്താ വരാൻ പോണേ? വന്നില്ലല്ലോ ഗൈസ്. നമ്മൾ ഫസ്റ്റായിട്ട് ഈ ഗെയിം എടുത്തപ്പോൾ ഇങ്ങനെ കാണിച്ചത്. പിന്നെ നമ്മൾ സെലക്ട് മോഡിലൊക്കെ കുത്തിയിട്ടാണ് മാറ്റിയത്. എനിക്ക് തോന്നുന്നു ആ പൂച്ചയെ ഫോളോ ചെയ്യണം. അത് തന്നെയാണ് ഗൈസ്. ഇവിടെയൊക്കെ നന്നായിട്ട് ഇടിയുന്നുണ്ട്. ഫോളോ ദ ബ്ലാക്ക് ക്യാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞാവേന്ന് അപ്പം ഇവിടെ കാണാൻ കഴിയത്തില്ല. കാരണം ഫസ്റ്റ് ആയിട്ട് നമ്മൾ കളിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു. പിന്നെ എവിടെയൊന്നും അല്ലടി, അടുക്കളയിലൊക്കെ പോയി നോക്കിക്കേ നീ. അല്ലല്ല, അടുക്കളയില്ല, മണ്ടേ തന്നെ പോയി നോക്കിക്കോ. നമുക്ക് മണ്ടേ തന്നെ പോയി നോക്കാം. നമ്മുടെ കുഞ്ഞാവേന്ന് കാണാൻ ചാൻസ് ഇല്ല. നമ്മുടെ വീടിന്റെ കോലം കണ്ട ഗൈസ്. ഈ റൂം ലോക്കാണ്. ആ റൂമിൽ നിന്ന് കയറി നോക്കിക്കേ. ഇവിടെ തന്നെ ഗൈസ്. ഇവിടെ ഒരു ഏരിയുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ കണ്ടുകൊണ്ട് ചെറുതായിട്ടൊക്കെ അറിയാം. ക്ലൈംബ് ഫസ്റ്റ് ഇവിടെ തന്നെ കയറേണ്ട. അപ്പം നമുക്ക് കയറാം ഗൈസ്. നമ്മളൊരു വഴി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇത് നമുക്കറിയാം ഗൈസ്. നമ്മളെ പൂച്ച ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിനെ ഫോളോ ചെയ്യാനോ നമ്മളിതൊരു ദേഷ്യത്തോടെ നോക്കുന്നത്. ആ റാബിറ്റൊക്കെ നമ്മളോട് സ്നേഹത്തോടെ നോക്കാം. സ്നേഹത്തോടെ നമ്മൾ നമ്മൾ അങ്ങോട്ട് വലിയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് ആവുകയാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ വേറെ ഏതൊരു സ്ഥലത്തോട് വന്നെന്നാണ് തോന്നുന്നത്. ഇതെവിടെയാ? നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇപ്പം ഇരിക്കുകയാണത്. അതെ, ഇരിക്കുകയാണ്. എവിടെയൊക്കെയാണ് വേറെ ഗൈസ്. നമ്മളെ പൂച്ച ഉറങ്ങേണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് അടുത്ത് ഈ സൗണ്ട് നമ്മൾ നിന്ന വഴിയാ. ഇവിടെ ഉണ്ടല്ലോ. പോയാലോ അങ്ങോട്ട്? ഇപ്പം എവിടെ എത്തി? അതാണ് ഗൈസ് ഈ കളിയുടെ ഒരു പ്രത്യേകത. ഓക്കെ, അടുത്ത ഞാൻ കളിക്കാം. അടുത്ത് നമ്മൾ വേറെ സ്ഥലത്തെത്താം. അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ഇനി നമുക്ക് കുഞ്ഞാവയെ താരാട്ടുന്നതെന്നല്ല കറക്റ്റ്. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതാണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്യാറ്റിനെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്യാറ്റ് ഇതാണ്ട് ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ നോക്ക്. വേണ്ട, ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല ഗൈസ്. കാരണം ഇവിടെ മൊത്തം. അപ്പം നമുക്ക് ഈ ബുക്ക് എടുത്ത് ഈ സ്ഥലത്ത് കറക്റ്റാക്കി വെക്കാനാണ് കണ്ടത് ഇവർ പറയുന്നത്. നമുക്ക് പ്ലേസ് ബുക്കിലേക്ക് വെക്കാം. കാരണം ഇവിടെ ഒരു വഴിയില്ല. ഇവിടെ ഉള്ള ഇനി ആ വഴിയൊക്കെ ഒന്ന് നേരെ കണ്ടേ. ഇവിടെ ഒരു വഴിയില്ല. ഒരു വഴിയില്ല. ഇവിടെ ഒരു വാതിലാണ്. ഈ വാതിൽ ലോക്കാണ്. പിന്നെ ഇവിടെ ഒരു ലിഫ്റ്റാണ്, അതും ലോക്കാണ്. ഇവിടെ പോയാലും ആ പടമൊക്കെ ഒന്ന്. ആ പടം ഞാൻ കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ സ്ഥലം. നമ്മൾ എങ്ങനെ ഇപ്പം അടുത്ത് നമ്മുടെ കുഞ്ഞാവയെ കാണിക്കാം. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് ബുക്കുകൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇവിടെ ഒരു ബുക്കുണ്ട്. ഈ ബുക്ക് എടുത്ത് നമുക്ക് കറക്റ്റ് സൈഡ് വെക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ കറക്റ്റ് എങ്ങനെ മനസ്സിലാക്കുമെന്നാ അല്ലേ? അതറിയത്തായിരിക്കും. അല്ലല്ല, 1 2 3 1 2 3. നീ ഒരു ബുക്കും കൂടി കണ്ടുപിടിച്ചേ. ഇവിടെ ഫസ്റ്റ് നീ വെച്ചേക്കുന്ന സ്ഥലം 1 ആയിരിക്കും അവിടെ വെക്കേണ്ടത് തന്നെ. അവിടെ 1 വെക്കേണ്ടത്. അപ്പോൾ ഇതെടുത്ത് ഇവിടെ വെക്കാം. ഇത് ഇതാണ്ട ഇവിടെ വെക്കാം. ഇവിടെയാണ് അത് വെക്കേണ്ട. ഉറപ്പ് തന്നെ? ഉറപ്പാണ്. അപ്പോൾ ഇതാ മണ്ട ഇരിക്കട്ടെന്ന്. ഇതെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇരിക്കേണ്ട. അല്ല, ഒന്നുകൂടി എടുക്കാൻ പറ്റും നോക്ക്. കണ്ട
ആ കണ്ട പറ്റുന്നില്ല. അത് അവിടെ തന്നെ ഇരിക്കണ്ട. നമുക്കിനി വേറെ എന്തെങ്കിലും ഒരു ബുക്കും കൂടി തപ്പാം. ഒന്ന് ഏതുള്ളൂ ബുക്ക് തപ്പ്. ഒന്ന് ഗൈസ് ഇവിടെ ഒരു ബുക്ക്. ഇത് തന്നെ. ഇത് 4 അല്ലേ? ഇപ്പം 2, 3, 4 ആണെങ്കിലാ അതെടുക്ക്. ഒരു ലിയോ സ്ക്രൂ ഡ്രൈവർ പിക്കപ്പ് എ ബുക്ക്. അല്ല ഗൈസ്, അതല്ല വെക്കേണ്ട ഗൈസ്, അങ്ങനെ പറയുന്നത് ഇതിനകത്ത്. നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പം അവിടെ ഒന്നാണ് വെക്കേണ്ടത്. അല്ല എന്ത് അപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും ബുക്കായിരിക്കും വയ്ക്കുക ഗൈസ്. അവിടെ വെക്കുന്ന ഒന്ന്. ഇവിടെ 4 കോളമുള്ള തരം ബുക്കല്ല, അപ്പോൾ 1 കോളമുള്ള ബുക്കേ വയ്ക്കാവൂ. യെസ് ഗൈസ്, ഇവിടെ ഒരു ബുക്ക് ഇരിപ്പോൾ. നമുക്ക് ഇതെടുത്ത് വെച്ച് നോക്കാം. ഇതും 2 അല്ലേ? ഇതായിരിക്കുമെങ്കിലോ? ഇതൊന്നും ആവൂല. നമുക്ക് എല്ലായിടത്തും വെച്ച് നോക്കാം. കറക്റ്റ് അല്ലെങ്കിൽ അവിടെ കണ്ട കറക്റ്റ് തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടെ ഒരു വാതിൽ. നമുക്ക് ഇവിടെ പോവാം. നമുക്ക് അവിടുത്തെ ഒരു ബുക്കും കൂടി എടുത്തുകൊണ്ട് പോവാം. വേണ്ട, അതൊക്കെ എന്തിനെടുക്കണേ? ചിലപ്പോൾ ആവശ്യം വരും. ഇല്ലല്ലോ, ഒരു ആവശ്യം ഉണ്ടാകത്തില്ല. നോക്കാം. എന്തിനോ പൊട്ടത്തരം. ഗൈസ്, നമ്മൾ ഇതിനകത്ത് കല്ലിട്ട് കൊടുക്കണമെന്നാ. ഇത് ലോക്കാണ്, അവിടെയും ലോക്കാണ്. അപ്പം നമ്മളിവിടെ ഇതാണ്ട് ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതാണ്ട് ഈ കല്ലുകളുണ്ടല്ലോ, ഇതെടുത്തിട്ടിട്ട് വലിയ വലിയ കല്ലുകൾ എവിടെയാണ് ചെയ്യേണ്ടത്? ഇവിടെ ഇല്ലേ? അവിടെ ഇടണം ആദ്യം. ഇവിടെ വെക്കുന്ന ഓരോ കല്ലുകളിട്. ഓരോരോ 4 കല്ലുകൾ ഇടണം ആദ്യം. വലിയ കല്ലുകളിട്. പെട്ടെന്ന് ഇല്ലെങ്കിൽ അത് കഴിയുന്നുണ്ട്. എന്നിട്ട് മറ്റേ സാധനം കൂട്ടി കൊടുക്കുക. ആ റെഡിലേക്ക് കൊടുക്കും. കണ്ട ഗൈസ്, നമ്മുടെ ഇവിടുത്തെ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ഈ മഷ്റൂമിൻ്റെ വെളിച്ചമല്ലാതെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി ആ ഗേറ്റ് തുറക്കണമെന്നല്ലേ? മേടിച്ചോടി. ഒരു പൂച്ച അങ്ങോട്ട്. നിന്റെ നേരെ മാത്രമേ പൂച്ചയ്ക്ക് അങ്ങോട്ട് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു സ്ഥലമില്ല. അപ്പം നമുക്ക് അത് ലോക്കാണല്ലേ, അങ്ങോട്ട് പോകാൻ പറ്റൂല ഗൈസ്. നീ ഇത് ചെയ്യാൻ വല്ലതും ഒക്കെ ചെയ്യണമെന്നറിയാം. ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ഗൈസ്, ഇവിടെ ഒരു വാതിലുണ്ട്. ഇവിടെ കൊടിഞ്ഞിരുന്നു. അവിടെ ഓപ്പൺ ആക്കാൻ പറ്റും. ഗൈസ്, ഇതാ നമ്മൾ ആ വഴി വന്നത്. ഇതാണ്ട് അവിടെ 2 വാതിൽ ലോക്കായിരുന്നു. ഇതാ ഒരു വാതിൽ ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്. ഇതെന്താ ചില നമ്മളിവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ ഒരു വാതിലുണ്ട്. ഈ വാതിലാണ് നേരത്തെ പൂച്ച കയറി പോയതെന്ന്. നമ്മളിവിടെ നിന്ന് എന്താ എടുക്കേണ്ടത്? എബോണിൻ്റെ ഗേറ്റ് എന്നോ? ഇവിടെ ഒരു പാവയില്ലേ? പാവ. പക്ഷേ അതും കൂടി കാണുന്നവരും. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്കറിഞ്ഞൂടാ. ഒരു വാതിൽ തുറക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ പൂച്ചകളൊക്കെ ആണ്ടാ, അവിടെ പൂച്ചയുണ്ട്. ഇതിനാണ് നമ്മൾ ചെയ്യണം. ഇതിന് നമ്മൾ കറക്റ്റ് ആക്കണം. ഇതിനിപ്പോൾ നമ്മളൊരു ബാറ്ററി എടുത്തിട്ട് വരാം. നമുക്ക് എവിടെയെങ്കിലും ബാറ്ററി ഉണ്ടോ നോക്കാം. ഇവിടെ ഒന്നും ഇല്ല. ഏതൊരു വാതിലുണ്ട് ബാറ്ററി? എനിക്കറിയാം. ഞാൻ നേരത്തെ ഇവിടെ കണ്ടായിരുന്നു ഗൈസ്. ഇവിടെയാണോ? ഇതല്ലേ ബാറ്ററി? അല്ലല്ല, ഇതല്ല ബാറ്ററി. എടി ഇവിടെ അല്ലടി, ഈ റൂമിലല്ലടി, ഏറ്റവും ഫസ്റ്റ് റൂമിലാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഇത് തന്നെ. ഇത് വേറത്. ഇതവിടെ വെക്കാം. ഇതാണ് ബാറ്ററി. ഓക്കെ, ഇത് ബ്രോക്കൺ ബാറ്ററി. ഇതാണ് ബാറ്ററി, കറക്റ്റ് ബാറ്ററി. ഓക്കെ, നമുക്ക് ഇതെടുത്ത് നമുക്ക് ഇനി നമ്മൾ സഹായിക്കാൻ പോകുന്നത് ആ റോബോട്ടാണ്. അപ്പം നമ്മൾ അതിനെ രക്ഷിക്കണം. ഇവിടെയല്ല, അവിടെയാണ് കേട്ടോ. ആ റോബോട്ടിന് നല്ല ഇതാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ റോബോട്ടിന് ഇതിട്ട് കൊടുക്കാം. അയ്യോ ശേ, ക്ലോസ് ആയ എന്ത് പാടി കാണിക്കുന്നത്? ഇത്രേ ഓപ്പൺ ആവത്തുള്ളൂ ഗൈസ്. എടി, അതിൻ്റെ അടുത്തോട്ട് നമ്മൾ ചേഞ്ച് ബാറ്ററി നല്ല ഇത് കാണിക്കും. ഇൻസെർട്ട് ബാറ്ററി അതിനകത്ത്. യെസ് ഗൈസ്, നമ്മൾ റോബോട്ട് നല്ല ക്ഷീണത്തിലാണ്. അപ്പം അതിന് ഇനി എന്താ കൊടുക്കേണ്ടത്? ടേക്ക് റോബോട്ട് അപ്സ്റ്റേഴ്സ് ഫോർ റിപ്പയർ എന്ന് വെച്ചാൽ എന്താ കൊടുക്കേണ്ടത്? അതിന് നമ്മൾ അറിയാം ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മൾ വന്ന വഴി വലിയ റൂം. അത് ഈ വഴി കൂടെ അല്ലേ വരണത്? അങ്ങണ്ട ഇവിടെ കൂടെ തന്നെയാണ്. അങ്ങോട്ട് പോയി നോക്കാം. ആ റൂം ഉണ്ടാവും. അവിടുത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇവിടെയൊന്നും അല്ല. നീ ഇത് തന്നേ.
ഇത് ഇത്ര രക്ഷപ്പെടുന്നു ഇന്ന് പോടി ഇതെന്തോ കണ്ട ഇവിടെ എന്തോ റൂം ഇവിടെ ഒരു സ്ഥലമില്ല ഇതിനകത്ത് അങ്ങോട്ട് എന്തൊക്കെ ചെയ്യണ്ടേ ഇതിനകത്തല്ല നമ്മൾ വന്ന വഴി അങ്ങോട്ട് തിരിച്ചു കൊണ്ടേടി അതും ശരിയാണ് നീ ഒരു കാര്യം ചെയ്യ് മാറിക്കേ ഇവിടെ ആ ഭാഗം ആ യൂസ് ദ സ്വിച്ചിൽ കുത്തി വെക്കുക അപ്പം ഇത് തുറന്നാലാ അങ്ങനെയൊന്നും ഉണ്ടാവൂല കണ്ട ഞാൻ പറഞ്ഞില്ല ഇനി ആ വഴി പുറത്തോ ആ ഈ വഴി ഗൈസ് ഓക്കെ ഗൈസ് ഇവിടെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓ ഇവിടെ എന്തൊരു സാധനം കൊടുക്കണം എന്താ ഈ സാധനം കൊടുക്കണം വേണ്ട ഇവിടെ കയറ്റണം ഇതാ ഓക്കെ അവിടെ കുത്ത് ഇനി അതിന് നമ്മളെ കറക്റ്റ് ആക്കി എടുക്കുന്ന അതിൻ്റെ പേര് ന്യൂട്ടൺ ആണ് കേട്ടോ അപ്പം നമുക്കതിനെ ന്യൂട്ടൺ എന്ന് വിളിക്കാം ന്യൂട്ടൺ ശരിയാക്കുന്നതാണ് അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തൊരു ഓർമ്മയുണ്ട് അതിലെന്തോ ശരിയാക്കുന്നുണ്ട് കേട്ടോ എത്ര മിനിറ്റ് 24 നല്ല പാട്ട് ഡാൻസ് കളിച്ചോളൂ അതിന് ശരിയാക്കുകയാണ് കേട്ടോ ഗൈസ് കുറവരായല്ലോ എന്തുവാ അത് ശരിയായി കാണിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തു നമുക്ക് അങ്ങനെ ആക്കി നോക്കാം എന്തൊരു പല്ലാതെ കണ്ടാ വേണ്ടി നമ്മൾ ആക്കണ്ട ഇത് തന്നെ ആകും ഇവിടെ കുത്താനല്ലേ പറയാം കുറേ നേരം ആയല്ലോ മനസ്സിലായി അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചെയ്യാതിരിക്കാൻ പറയണോ എനിക്കൊരിതുണ്ട് ഇതാ പൊടി പതുക്ക ഇല്ലടി അങ്ങനെയൊന്നും ഇല്ല ഇവിടെ നമുക്ക് നിൽക്കുന്ന കാണിക്കരുത് ഇതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അത് കറക്റ്റ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു 10 സെക്കൻഡ് ഒരു വെയിറ്റ് ചെയ്ത് ഇതിന് എത്ര നേരം ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 എടി ഇതാ ഓടി എടി നീ എന്തിനാ ക്യാമറ കറക്റ്റായിട്ട് ഇരിക്കാത്ത എൻ്റെ അടുത്തോട്ട് വന്നു ഗൈസ് ഇത് കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തന്നെ കണ്ടപ്പോൾ തന്നെ ഈ പച്ച സാധനം ഇത് പോയി കഴിഞ്ഞ് ഓക്കെ ഇനി അടുത്ത ആ കാത്ത് പോയി കഴിഞ്ഞ് അടുത്ത കാത്ത് പോയി കഴിഞ്ഞ് അടുത്ത കാത്ത് തിരിച്ചു വന്നു കറക്റ്റ് എവിടെ കുത്തിയപ്പോൾ നേരമായല്ലോ അതിൻ്റെ അടുത്ത് തന്നെ വയ്ക്കുന്നുണ്ട് കണ്ട നമ്മൾ കളിക്കുന്ന ഗെയിം അതാണ് എനിക്ക് മനസ്സിലായി ഇപ്പം കിട്ടിയ ഗൈസ് ഇവിടെ കുത്തേണ്ട ഇവിടെ എന്തിനാ അവിടെ കുത്താത്ത ശരി കണ്ട അപ്പം ഇങ്ങനെ ചെയ്യണം ഗൈസ് നമ്മൾ കുറേ നേരം കാത്തിരുന്ന് ഓക്കെ നമ്മുടെ ന്യൂട്ട് ശരിയായിട്ടുണ്ട് കണ്ട നമ്മളത്തെ ഹായൊക്കെ പറയുന്നുണ്ട് എടുക്കാൻ അല്ല അതിനത് വേണമെന്ന് പറയുന്നുണ്ട് ആ സാധനം ഞാൻ നേരത്തെ താഴെ നമ്മൾ എടുത്തിട്ട് കളഞ്ഞു ബാറ്ററി എടുക്കുന്ന സ്ഥലത്ത് അതുണ്ട് നമുക്ക് പോയി അത് എടുത്തിട്ട് അത് വേണമെന്നാണ് പറയുന്നത് ഇവിടെ തന്നെ ഓക്കെ ഗൈസ് ഇതാണ് സാധനം ഇത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു വെച്ചായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു
കുഞ്ഞാവളെ സൗണ്ട് അല്ലേ കേട്ടെ? അല്ല ഗൈസ്, അല്ലല്ല കുഴപ്പമില്ല. ഇത് എന്നെ കൂടി പേടിപ്പിച്ച്. എന്താണ് അതിന് സന്തോഷമായി. അത് ലവ് ഒക്കെ കാണിക്കുന്നുണ്ട്. കാണിക്കുന്നതാണല്ലേ? നമുക്കതിനെ എടുക്കണം. അതിന് അയ്യോ, അതിന് താഴെ നിൽക്കാനൊരു സാധനം ഇല്ല. അതാണ് ഇനിയിപ്പം തന്നെ അത് തന്നെ അത് വെച്ച് കൊടുക്കാം. അത് നിൽക്കാനൊരു സാധനം വേണം. നമുക്കൊന്ന് പുറത്ത്. അതെവിടെയാണ് എനിക്ക് പറഞ്ഞൂടാ. ഇവിടെ നിർത്തണ്ടേ? എനിക്കെന്തോ ഒരു മറന്നുണ്ടല്ലോ. എന്താ ചെയ്യണോ ഇവനെ കൊണ്ട്? നീ നോക്ക്, നീ ക്യാമറയിലോട്ടൊന്ന്. അപ്പം അത് മനസ്സിലാവും എന്തോന്ന്. ഇതൊക്കെ ലോക്കഡാണല്ലോ. ഇതാ ലോക്കഡാ. ഈ ബുക്ക് എന്തോ അല്ലേ? ഈ സ്ഥലത്ത് എന്തോ ചെയ്യണ്ടേ? ഇവിടെ പൂ കളച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മരം പൊടിച്ചിരിക്കുന്നുണ്ട്. എന്താ ഒന്ന് മനസ്സിലാകുന്നില്ല. ബുക്കാണ്. മെഴുകുതിരി അങ്ങോട്ട് എടുക്കണം. അതല്ല ഇതുപോലൊരു മെഴുകുതിരി എടുക്കണം. അയ്യോ, ഈ സാധനം എടുക്കണം. അതല്ല നീ ഇവിടെ ഇരിക്കേ. ഈ ഒരു ഫ്ലവറിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. എന്താ അതവിടെ വയ്ക്കും. അതിനടുത്ത് അടുത്ത വഴി പോയി നോക്കാം. എന്തെങ്കിലുമൊക്കെ വഴി കിട്ടാതിരിക്കുന്നില്ല. മറന്നു പോയത് തന്നെ. ഈ വഴി വേണ്ട. ഇവിടെ നമ്മളിപ്പോൾ കയറിയത് തന്നെ. അതിൻ്റെ ഇപ്പുറത്തൊക്കെ ഇവിടെയൊക്കെ 2 ലോക്കാം. പിന്നെ നമ്മൾ അതിനെ കൊണ്ട് എന്താ ചെയ്യണമെന്ന് എനിക്ക് എന്തോ ഒരു ഓർമ്മയുള്ളൂ. ഇവിടെ എന്തൊക്കെയുണ്ട് ഇതിനെ കുറിച്ചുള്ള. ഇതാണോ? അല്ല. എൻ്റെ അയ്യോ സോറി സംസാരിച്ച്. ഇതിൻ്റെ തല ഇവിടെ കയറി എന്തെങ്കിലും ആണോ? ഇതല്ല ബാറ്ററി. ആ സ്ക്രൂ ഡ്രൈവർ അങ്ങോട്ട് എടുത്തിട്ട് എന്തൊക്കെ ചെയ്യണ്ടേ? എനിക്ക് അങ്ങനെ എന്തൊരു ഓർമ്മയുണ്ട്. ന്യൂ ബൂസ്റ്റർ. അതൊന്നും ഇതിപ്പോൾ കഷ്ടമായിപ്പോല്ലോ. എനിക്ക് തോന്നുന്നു മൺഡേ തന്നെ പോയിട്ട് എന്താ അറ്റാച്ച് ന്യൂ ബൂസ്റ്റർ എന്നാ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും വഴി ഉണ്ടാവും. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങോട്ട് പോയിക്കാം. മണ്ടേ തന്നെ കയറിക്കേ. അതാ ഫസ്റ്റ് ഒരു ലവ് കാണിച്ചില്ല. അത് നമ്മളോട് സ്നേഹമുള്ളതൊന്നും ഉണ്ടല്ല. അതെന്തോ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതായിരിക്കും ചിലപ്പം. അതിനവിടെ വെച്ചിട്ട് ഇതാണോ അതാണോ ചോദിച്ചു നോക്കാം. അല്ല, അതിനെ ഇവിടെ വെക്കണം. ഇവിടെ വെക്കണം. അത് ഇവിടെ വെക്കുന്നുണ്ട. അതല്ല, ഇവിടെ വേറെ എന്തൊരു സ്ഥലമുണ്ട്. അവിടെ വെക്കണം. അതിനെ ഇവിടെ വെച്ചിട്ട് കണ്ട ഒരു ഓർമ്മ ഇടുന്നേ ഗൈസ്. ഈ വാതിൽ ലോക്കല്ലേ? അതിനെ ഇവിടെ വെച്ചാൽ ഈ വാതിൽ തുറക്കുമെന്ന് കണ്ട പറയണ അറിയാം. അപ്പോൾ അതിനവിടെ വെച്ചിട്ട് കണ്ട അതിനവിടെ വെച്ച് ഈ വാതിൽ തുറക്കും. പക്ഷെ അതിനെടുത്തോണ്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊരു സാധനം എടുത്തിട്ട് ഈ വാതിൽ തടഞ്ഞ് വെക്കുക. അപ്പം നമുക്ക് ഇവിടെ പോകാൻ നോക്കാം. ഇവിടെ എന്താ ഒന്നുമില്ല. ഇതാണ് നമ്മൾ അതിനെ ശരിയാക്കുന്ന സാധനം. ഇതെനിക്കറിയാം. അപ്പം ഓക്കെ, ഇതാണ് ശരിയാക്കുന്ന സാധനമെങ്കിലും എന്തൊരു സാധനം കണ്ടെത്തണം ആദ്യം. എന്നിട്ട് അതിനെ കൊണ്ട് കയറാൻ പറ്റൂല ഗൈസ് നമുക്ക്. അപ്പം ഒരു ഇത് വെച്ച് തടയണം. അങ്ങനെ എന്തൊക്കെയുണ്ട്. ഒരു സാധനമുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇതൊന്നുമല്ല. ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പം ഇവിടെ അതിന് വെക്കാനുള്ള നമ്മൾ വാതിൽ തടഞ്ഞു നിർത്താനുള്ള ഒരു സാധനമുണ്ട്. ഇതൊന്നുമല്ല. എന്താണ്? അല്ലത് ബുക്കാണ്. അല്ലേടി എനിക്ക് കാണാൻ വയ്യടി. ഇവിടെ എന്തോ അല്ലേ? ഇവിടെ എന്തൊക്കെയാ ഉണ്ട് ഗൈസ്. അതൊക്കെ നമ്മൾ എടുത്തിട്ട് അതല്ല ഇതാണ്. ഇതല്ല
ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ. ഇവിടെ ഒന്ന് പോയി നോക്കാം. ഇതൊക്കെ നോക്കാണല്ലോ. അത് നോക്കണം. ഇത് തന്നെ ഗൈസ്. ഓക്കെ, നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ ആ വാതിലിൻ്റെ അവിടെ വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ആ വാതിൽ തടഞ്ഞിറത്തില്ലെങ്കിൽ നമ്മൾ ഇതിനെടുത്തോണ്ട് വരണ ടൈമിൽ അതൊരിതാവും. ഓക്കെ, ഇനി വെച്ചാൽ ആ വാതിൽ അവിടെ തന്നെ നിർത്തും. എനിക്ക് ആ സമയത്ത് നമുക്ക് ഇതിനെടുത്തോണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആ സ്ഥലത്ത് കൊണ്ടുവച്ചെടുത്താൽ ഇതിൻ്റെ ബാക്കി ഭാഗം ശരിയാക്കിയിട്ട്. ഇതല്ലേ ആ സ്ഥലം? ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇതെവിടെ? നമുക്കിതിനെ യൂസ് ചെയ്തു. എങ്ങനെയായിരുന്നു ചെയ്യേണ്ട? ഇതിന് അറ്റാച്ച് അതവിടെ ഇരിക്കട്ടെ. നീ ഈ സാധനം എടുക്കാൻ പറ്റും. പിക്കപ്പ് നീ അവിടെ ഇല്ല. സാധനം എന്തെടുക്കാൻ പറ്റത്തെ? ബൂസ്റ്റർ എടുത്ത്. അത് പറ്റൂലെന്നാ പറയുന്നത്. അപ്പം അത് നീ അതെവിടെ ഇട്ടെ? അതവിടെ ഇട്. ഒരു കാര്യമുണ്ട്, പോട്ടെ. നമുക്ക് ഇതിനെ തന്നെ എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു റൂം ഉണ്ടല്ലോ. എനിക്കൊരു സംശയമുണ്ട്. ഈ പുറത്ത് ഇവിടെ അല്ല, ഇവിടെ പുറത്തിറങ്ങിയാൽ ഈ റൂമാണെന്ന് തോന്നുന്നു. ഇവിടെ വെച്ചാണ് ഇവനെ ശരിയാക്കേണ്ടത്. ആദ്യം നമുക്ക് ഇവനെ ഇവിടെ എടുത്ത് വെക്കാം. ഇവിടെ തന്നെ ഇതാണ്ട് അവിടെ വെക്കാൻ പറയുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലി എങ്ങനെ വെക്കും? ഇപ്പം ആണ്ട. അയ്യോ, ഓക്കെ. ഇനി നമുക്ക് ആ സാധനം എടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ തന്നെ എനിക്ക് എന്തോ ഒരു ഓർമ്മയുണ്ട്. അത് ഞാൻ കണ്ടിട്ട് ഒരു ഓർമ്മയില്ല. നേരത്തെ അത് അവിടെ കണ്ടോണ്ട് നീ ആ പൊടി ഭാഗത്തോട്ടാണ് ഇങ്ങോട്ട്. ഓക്കെ, ഇതെടുത്തിട്ട് അതിനെടുത്തോട്ട് പോയി. എന്തൊക്കെ കഷ്ടപ്പെടാം ഗൈസ്. ഈ ഗെയിം ചെയ്യുമ്പോൾ നമ്മൾ ഒറിജിനൽ ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഇരിക്കുന്ന ആദ്യം നിൽക്കുന്നു. എന്നിട്ട് ഞാൻ പോയി ആ സാധനം അവിടെ എൻ്റെ കയ്യിൽ ഇത്ര നേരം ഉണ്ടായിരുന്ന എടുത്തോണ്ട് വീഴ്ത്തിയ ഇവിടെ ഇരിക്കാൻ തറയിൽ പോയിട്ടാ. സോറി. ഓക്കെ, നമുക്കിനി ഇതിവിടെ വെച്ചെടുക്കാം. പ്ലേസ്. ഓക്കെ, ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ആയി കൊടുക്കണമെന്ന്. അത് തന്നെ ഗൈസ്, നമ്മുടെ റോബോട്ട് ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇനിയാണ് അതിന് തുറക്കാനൊക്കെ പറ്റി. ഇനി നമ്മൾ ഇതിനെ ഫോളോ ചെയ്യണം ഗൈസ്. അതാ പോയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടേക്ക് ഇരിപ്പോണം. പോയിട്ട് അപ്പം അത് ആ ലിഫ്റ്റ് ഉണ്ടല്ലോ, അതത് ആ ലിഫ്റ്റ് കയറിയതാണ് കേട്ടോ. അതാണ്ട് ഈ ലിഫ്റ്റ് ഉണ്ടല്ലോ, അത് അവൻ ഓപ്പൺ ആക്കി തരും. അപ്പം ആ കുഞ്ഞകത്ത് കൂടി അടുപ്പിച്ച പോലെ അല്ലേ ഫോട്ടോയിൽ? കുറച്ചും കൂടി എടുത്ത പോലെ ആയിക്കോട്ടെ. നന്നായിട്ട് അടുപ്പിച്ചതിൻ്റെ പേടിയാണ് എനിക്ക്. ഓക്കെ, അതാണ്ട് ഇതിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെന്താ വേണ്ടേ? ആ സ്വിച്ച് അതെന്തിനും പറയും, അതെന്തിനും വായി കൂടെ കാണിച്ചു തരും. ആ സാധനം വേണം. ഓക്കെ, ഇതാ ഇവിടെ ഇരിക്കണേ. ഓക്കെ, അത് പോയി അത് ശരിയാക്കിയിട്ട് വരും. ശരിയാക്കിയിട്ട് വന്നാൽ നമുക്ക് വേറെ സാധനങ്ങളോട് ചോദിക്കാം. അതൊക്കെ അത് ചോദിക്കാനൊക്കെ കൊടുക്കുമ്പോൾ അത് ഇത് ശരിയായി നമുക്ക് ഈ ലിഫ്റ്റിൽ കൂടെ പുറത്തിറങ്ങാം. അത് ചൂട് അടിക്കുന്ന സൗണ്ട്. ഇനി അത് പെട്ടെന്ന് വന്നിട്ട് നീ വേറെ ഒന്നും ചോദിക്കും. എന്താ നീ എന്താ വേണ്ടേ? ഇത് ഞാൻ ഇവിടെ കണ്ടായിരുന്നേ. ഓക്കെ, ഇതാ ഇത് തന്നെ നമുക്ക് ഇതെടുക്കാം. നമുക്കിനി ഇത് കൊടുക്കാം. എന്താ അത് കുടിക്കാനാണ് കേട്ടാ. ഇതെന്താ? ഞാൻ ബട്ടൺ അതില്ല. ഇത് തന്നെ. ഇത് ഹമ്മർ. സോറി കേട്ടോ, മ്യൂട്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ച് കൊടുക്കാം. എന്താ കേട്ടോ, പോക്കാം. പോയിട്ടുണ്ട്. ഇനി എന്തൊക്കെയോ പറയും ഗൈസ്. മിനിറ്റ് ആയേട്ടാ. അപ്പം നമുക്ക് ഇതിലൂടെ ഇത് പോയി അടയുമ്പോഴേക്ക് ഗൈസ് നമ്മുടെ ലിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിനകത്ത് കയറാം. ഗൈസ് നമ്മുടെ കുഞ്ഞാവയുടെ അവിടെ എന്നെ ഒന്ന് കണ്ടാ? ഞാൻ കണ്ടത് ഈ ഗൈസ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ്
ഓക്കെ ഗൈസ് ലേബോറട്ടറി എന്നാണ് കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇപ്പൊ തന്നെ എത്ര മിനിറ്റ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളിപ്പോ സ്കൂളിൽ നിന്നിട്ട് യൂണിഫോം ആയിട്ടാണ് കളിച്ചത്. അപ്പൊ ഇത്രയുള്ള ഗൈസ് വീഡിയോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.